Hello, good morning. Welcome to our new auditing class. Next chapter ആണ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. റീസെൻറ്റ് ട്രെൻഡ്സ് അതായത് ഒരുപാട് തരത്തിലുള്ള ഓഡിറ്റിങ്ങിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും 4 ഓഡിറ്റിങ്ങിന് ന്യൂ ജനറേഷൻ ഓഡിറ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതായത് ന്യൂ ജനറേഷൻ ഓഡിറ്റ് നമ്മൾ കുറേ തരത്തിലുള്ള ഓഡിറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ 4 നമ്മൾ എന്താ പറയുക, ന്യൂ ജനറേഷൻ ഓഡിറ്റ്. ഒന്ന് ഇൻഫ്ലേഷൻ ഓഡിറ്റ്, 2 ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്, സോഷ്യൽ ഓഡിറ്റ്, എനർജി ഓഡിറ്റ്. എന്താണ് ഈ ഇൻഫ്ലേഷൻ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മൾ ഈ ബിസിനസ് വേൾഡിൽ പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നതൊരു എന്താണ് കോമൺ അല്ലേ, സാധാരണ കണ്ടുവരുന്ന ഒന്നാണ് പ്രൈസിൻ്റെ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇത് പല രീതിയിലുള്ള അക്കൗണ്ടിങ് പ്രോബ്ലത്തെ ബാധിക്കാറുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും, ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറയും. അപ്പോൾ ദ പ്രൈസസ് ഓഫ് the effect of changing price is known as inflation accounting. During inflation period, net profit will be alarming figures than the real profit. It is due to limitation historical cost based accounting system. അതായത് ഇപ്പോൾ വാല്യുവേഷൻ ഓഫ് ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ആയാലും അസറ്റിൻ്റെ വാല്യുവേഷൻ ആയാലും ലയബിലിറ്റീസിൻ്റെ വാല്യുവേഷൻ ആയാലും നമ്മൾ തറവായിട്ട് നോക്കുമ്പോൾ അത് ബാലൻസ് ഷീറ്റിൽ കാണുന്നത് അൺറിയലിസ്റ്റിക് ആയിട്ടും ഏത് സമയത്ത്, ഈ ഒരു സമയത്ത്. അപ്പോൾ ഇത്തരത്തിൽ ഇതിന് പറയുന്ന പേരാണ് ഇൻഫ്ലേഷൻ ഓഡിറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഡിറ്റ് നടത്തുന്നു. ആ ഒരു പീരീഡിൽ നമ്മൾ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തിട്ട് ഓഡിറ്റ് നടത്തുന്നു. അപ്പോൾ അതിൽ കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ് CCM എന്നുള്ള മെത്തേഡിലാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതായത് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ന്യൂ ഡയമെൻഷൻ ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റമാണ് ചേഞ്ചിങ് പ്രൈസിൽ വരുന്നത്. ദിസ് സിസ്റ്റം ഹാഡ് ഗെയിൻ മച്ച് അറ്റൻഷൻ in UK and advanced countries. In India, the Institute of Chartered Accounting issued guidance note and accounting for changing price in December 1988. The guidance note suggests that the use of current cost accounting to cope with the effect of changing price. അതാണ് ഇൻഫ്ലേഷൻ ഓഡിറ്റിൽ പറയുന്നത്. ഇനി അതിൽ തന്നെ വന്നതാണ് CCM എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ഓഡിറ്റ് ചെയ്യുന്നത്? The introduction of current cost accounting will not change the traditional auditing functions of ഓഡിറ്റർ. അതിൻ്റെ മെയിൻ അറ്റൻഷൻ എന്ന് പറയുന്നത് ദ വാല്യൂഷൻ ഓഫ് അസറ്റ്സ് തന്നെയാണ്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് കറണ്ട് വാല്യൂസ് ഇൻ പ്രൈസ് ഓഫ് ഹിസ്റ്റോറിക്കൽ, അതിന് ഉതകുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രൈസ് വാല്യൂസ് നോക്കുക. ഷുഡ് ബി കോഷ്യസ് ഇൻ യൂസിങ് ഹിസ് ഓൺ ജഡ്ജ്മെൻറ്റ് ഫോർ സച്ച് വാല്യൂഷൻ ഇൻ ദ കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്. മസ്റ്റ് ബി റീസണബിൾ, വാല്യൂഷൻ റീസണബിൾ ആയിട്ട് ഇരിക്കണം. ഇനി രണ്ടാമത് വരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. അല്ലേ, ദ മാൻ പവർ റിസോഴ്സ് ഈസ് ദ മോസ്റ്റ് പൊട്ടൻഷ്യൽ ആൻഡ് പവർ അസറ്റ്സ് ഇൻ എൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ മാൻ പവർ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദ അക്കൗണ്ടൻസ് ആർ നോട്ട് ഏബിൾ ടു ഡെവലപ്പ് എ സിസ്റ്റം ടു വാല്യൂ ദ ഹ്യൂമൻ റിസോഴ്സ് ഇൻ ആൻ അണ്ടർടേക്കിംഗ്. അതുപോലെ തന്നെ ദ ബിസിനസ് ഓർഗനൈസേഷനിൽ ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ എംപ്ലോയീസിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ഇത് കിട്ടുന്നുണ്ട് എന്നൊക്കെ നോക്കാവുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടിങ് അല്ല, അക്കൗണ്ടിങ് ആണ് കേട്ടോ, സോറി. ദെൻ മൂന്നാമത് വരുന്നതാണ് സോഷ്യൽ ഓഡിറ്റ്. Social audit is now receiving a worldwide acclaim and is declared all over the world. It is a device to measure the benefits made by an enterprise to the society. അതായത് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് വേൾഡ് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതിൻ്റെ സൊസൈറ്റിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടായെന്നുള്ളത് ഓഡിറ്റ് ചെയ്യലാണ് സോഷ്യൽ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The concept of social audit is the vision that at some future time corporations will assess their social performance in a systematic manner, thus as they now assess their financial performance. അതായത് സോഷ്യൽ ഓഡിറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ പെർഫോമൻസ് സിസ്റ്റമാറ്റിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുക, അത് ചെക്ക് ചെയ്യുക. Okay, the changes in the social, economical, political and environmental areas forced the business enterprise to perform social responsibility. ഇപ്പോൾ എവിടെ നോക്കിയാലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണുള്ളത്. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആക്സെപ്റ്റൻസ് ആണ്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റിന് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എനർജി ഓഡിറ്റ്. എനർജി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ ഓയിൽ സ്റ്റോക്ക് ഓഫ് ദ 1970s, the company's rule under section 217 subsection 1 subsection E, the first time in country to enforce industries provide energy efficiency information in the director's annual report. അതായത് the law concerning energy efficiency has been reviewed several times during 1990s. പല പ്രാവശ്യം അത് അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. The actual enactment compulsory mandatory energy audit for industries is only until Delhi, Kerala, Tamil Nadu and West Bengal have already made energy audit mandatory for the industry sector.
ഇതിൽ പറയുന്നത് ഇൻഡസ്ട്രി ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു മാക്സിമൈസ് എനർജി കൺസർവേഷന് സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ നടക്കുന്ന എനർജി കൺസർവേഷൻ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നു പിയർ റിവ്യൂ. ഇറ്റ് ഈസ് എൻ ഓഡിറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് പെർഫോമൻസ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓഡിറ്റർമാർ നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിവ്യൂ നടത്തുക. അതാണ് പിയർ റിവ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് അമെൻമെൻറ്റ് ഓഫ് കമ്പനീസ് ബിൽ 2011. The amendment to Companies Bill 2011 proposed to limit the number of companies an auditor can serve to 20. It has also brought in more clarity on criminal liability of auditors, and appointment of auditors for 5 years shall be subject to ratification by shareholders at every annual general meeting. കമ്പനി ബില്ലിൽ വന്നിട്ടുള്ള അമെൻമെൻറ്റുകളാണ് പറയുന്നത്. പിന്നെ പറയുന്നു പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ് ബൈ ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇത്രയും കാര്യങ്ങളാണ് ഈ അമെൻമെൻറ്റിൽ പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ 1st April to 31st March those companies which follow different financial year have to align their accounting year to April 1st to 31st March within 2 years. അതാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ആ ഫിനാൻഷ്യൽ ഇയറൊക്കെ നിങ്ങൾക്ക് അറിയാം, ടാക്സ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. As per section 135 of the Companies Act 2013, which provide that every company having a net worth of rupees, either company net worth എത്രയാണ് 500 crores INR or more turnover of rupees 1000 crore INR or more or net profit of 5 crores, financial year shall consider the corporate social responsibility committed to the board. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഓക്കെ, ഇനി റെസ്ട്രിക്ഷൻ ടു കമ്പനി ഓഡിറ്റേഴ്സ്. Auditors are restricted from rendering those services like bookkeeping, accounting, etc. directly or indirectly to the company or its holding company or subsidiary company. The next പറയുന്നു consolidated financial statements, that is CFS. ഇതൊക്കെ ഓരോരോ ന്യൂ ഏരിയാസുകളാണ്. The New Companies Act 2013 consolidated financial statement for any company having a subsidiary company or associated joint venture NFS 129 subsection 3 പ്രകാരം. Okay. The Act also provides the adoption rules. The Act also provides the adoption and audit of CFS in the same manner as standard financial statement of holding companies. പിന്നെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പൾസറി ആണ്. ഇന്റേണൽ ഓഡിറ്റർ ഹു ഷാൽ ബി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കും. മേ ബി ഡിസൈഡ് ബൈ ദ ബോർഡ് ടു കൺട്രോൾ ദ ഇന്റേണൽ ഓഡിറ്റ് ഓഫ് ദ ഫങ്ഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ കമ്പനി. പിന്നെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് IFRS. അതെന്ന് പറയുന്നത് ദാറ്റ് കമ്പനീസ് അക്കൗണ്ട്സ് വേൾഡ് വൈഡ് ടു കോപ്പ് വിത്ത് ന്യൂ ഡിമാൻഡ് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അക്കൗണ്ടൻസ് വാസ് സെറ്റപ്പ് ഫോർ കോർഡിനേറ്റിംഗ് വേൾഡ് വൈഡ് അക്കൗണ്ടിംഗ് പ്രൊഫഷൻ. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് റീസെൻ്റ്ലി ടു കീപ് യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിംഗ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യാനാണ് അത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്തത്. ദെൻ ഫോറൻസിക് ഓഡിറ്റ്. ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇതിൽ മേ ബി കണ്ടക്ടഡ് ഫോർ കളക്ടിങ് എവിഡൻസസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ ലീഗൽ പ്രൊസീഡിങ്സ്. ലീഗൽ പ്രൊസീഡിങ്ങിലോ കാര്യങ്ങളിലോ നമുക്ക് ഒരു എന്താ പറയുക ഓഡിറ്റ് നടത്താം. ഫോറൻസിക് ഓഡിറ്റിംഗ് ഈസ് എ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് റിഗാർഡിംഗ് ദ അലിഗേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഫ്രോഡ്. ഫിനാൻഷ്യൽ ഫ്രോഡുകൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാനാണ് ഫോറൻസിക് ഓഡിറ്റ്. പിന്നെ GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, വൺ നാഷൻ വൺ ടാക്സ് സിസ്റ്റം ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. യൂണിഫോം ടാക്സ് സിസ്റ്റം ഫോർ ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ആസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. എന്തെങ്കിലും ഭാഗങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുക. ഓക്കെ.